ഒരിക്കൽ ചെയ്തു പോകുന്ന ചില കുറ്റകൃത്യങ്ങൾ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ മാനസികമായി തകർത്തു കളയും. അതിനുദാഹരണമാണ് അമേരിക്കക്കാരനായ ജൊനാഥൻ ജോസഫ് ജെയിംസിന്റെ കഥ. ആ കഥ കേൾക്കാം റിയൽ ടോക്സിലൂടെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിനീഷ്. വർഷം 1999 ജൂൺ മാസം. അന്താരാഷ്ട്ര ബഹിരാകാശ പഠന ഗവേഷണ ഏജൻസിയായ നാസയുടെ മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ സെർവർ ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല 13ഓളം കമ്പ്യൂട്ടറുകളുടെ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. കൂടാതെ $1.7 മില്യൺ മൂല്യമുള്ള ഡാറ്റകളും കവർന്നിരിക്കുന്നു. മാത്രവുമല്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ഈർപ്പവും താപവും നിയന്ത്രിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറുകളുടെ സോഴ്സ് കോഡുകളും ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു. റോക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കുകയും മാത്രമല്ല അവ പരീക്ഷിക്കുകയും അതേപോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ടുള്ള ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ എന്ന് പറയുന്നത്. നാസയെ സംബന്ധിച്ച് സംഭവിച്ച ഈ സുരക്ഷാ ഭീഷണി ഒട്ടും ചെറുതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം FBI ആണ് ഏറ്റെടുത്തത്. ഇതേസമയം അമേരിക്കയുടെ മറ്റൊരു സ്ഥലത്ത് കൂടി ഹാക്കിംഗ് നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അമേരിക്കയുടെ ഡിഫൻസ് ത്രെഡ് റിഡക്ഷൻ സെന്ററിലായിരുന്നു ആ ഹാക്കിംഗ് നടന്നിരുന്നത്. പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗണിലെ 19 ജീവനക്കാരുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് പെന്റഗണിൽ നടന്ന ഈ സുരക്ഷാ വീഴ്ച അവർക്ക് താങ്ങാവുന്നതിലും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാക്കർമാർക്കുള്ള അന്വേഷണം അവർ വ്യാപകമായി ആരംഭിച്ചു. ഈ ഹാക്കിങ്ങിന്റെ ഫലമായി നാസയ്ക്ക് 21 ദിവസം തങ്ങളുടെ സിസ്റ്റങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ ഹാക്കറെ കണ്ടെത്തുകയും അതേപോലെ ഹാക്കറുടെ ലൊക്കേഷൻ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. കോംറാഡ് എന്ന നിക് നെയിമിൽ അറിയപ്പെടുന്ന ജൊനാഥൻ ജോസഫ് ജെയിംസ് ആണ് ഈ ഹാക്കർ എന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ 2000 ജനുവരി 26-ന് അന്വേഷണ സംഘങ്ങൾ ജൊനാഥൻ ജെയിംസിന്റെ വീട്ടിലേക്ക് ബുള്ളറ്റ് പ്രൂഫുകളും സന്നാഹങ്ങളുമായി എത്തിച്ചേരുന്നു. ജൊനാഥന്റെ വീട്ടിലെത്തിയ അവർ അവിടെ കണ്ട കാഴ്ച സിസ്റ്റത്തിന്റെ മുന്നിലിരുന്ന് എന്തോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെയാണ്. അവർ ആകെ ഞെട്ടിത്തരിച്ചു. കാരണം അവർ വിചാരിച്ചത് ഒരു ഏകദേശം പ്രായം ചെന്നൊരു വ്യക്തി, അതേപോലെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ഹാക്കർ എന്നാണ് അവരുടെ ധാരണയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ധാരണയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അവിടെ അവർ കണ്ടത് ഒരു 15-16 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അവർ ആകെ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള, ഇത്രയും സെക്യൂരിറ്റി ആയിട്ടുള്ള നാസയെയും അതേപോലെ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തെയും ഒരേപോലെ മുട്ടുകുത്തിച്ച ആ ഒരു ഹാക്കർ എന്ന് പറയുന്നത് ഈ ഒരു കൊച്ചുകുട്ടിയാണ്. 16 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അവർ അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് അവനെ വിശദമായി ചോദ്യം ചെയ്തു. കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു. അവന്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് കോടതി അവന് 6 മാസത്തെ തടവും അതേപോലെ 18 വയസ്സ് വരെ പ്രൊബേഷനുമാണ് വിധിച്ചത്. പിന്നീട് ശിക്ഷയിൽ ഭേദഗതി വരുത്തി 6 മാസത്തെ വെറും വീട്ടുതടങ്കിൽ വിട്ടയക്കാൻ തീരുമാനം. മാത്രവുമല്ല നാസയ്ക്കും അതേപോലെ പ്രതിരോധ വകുപ്പിനും ഒരു മാപ്പപേക്ഷ എഴുതി അയക്കണമെന്നും എങ്ങനെയാണ് അതിൽ ഹാക്കിംഗ് ചെയ്തതെന്ന് വിവരിക്കണമെന്നും അവനോട് കോടതി നിർദ്ദേശിച്ചു. 1983 ഡിസംബർ 12-ന് റോബർട്ട് ജെയിംസ് ആൻഡ് ജോൺ ജുറിസ്റ്റ് ദമ്പതികളുടെ മകനായിട്ടാണ് ജൊനാഥൻ ജനിക്കുന്നത്. ഫ്ലോറിഡയിലായിരുന്നു അവന്റെ ജനനം. പിതാവ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരുന്നത് കൊണ്ട് തന്നെ ജൊനാഥന് ചെറുപ്പം മുതലേ കമ്പ്യൂട്ടറുകളോട് താല്പര്യവും ആസക്തിയും ഉണ്ടായിരുന്നു. വെറും 6 വയസ്സുള്ളപ്പോൾ മുതൽ അവൻ കമ്പ്യൂട്ടർ ഗെയിമുകൾ ആരംഭിച്ചു. പതിയെ പതിയെ ഗെയിമുകൾ വിട്ട് അവൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കാൻ തുടങ്ങി. പിന്നീട് കമ്പ്യൂട്ടർ C പ്രോഗ്രാമുകളിൽ അതിവിദഗ്ധനായി മാറിയ ജൊനാഥൻ തന്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചു. കൂടാതെ കൊച്ചു ഹാക്കിങ്ങിലൂടെ അവൻ ഹരം കണ്ടെത്തി. അങ്ങനെ അവൻ പഠിക്കുന്ന മിയാമി ഡേഡ് കൗണ്ടി സ്കൂളിന്റെ സെർവർ ഹാക്ക് ചെയ്ത് തന്റെ ഗ്രേഡുകൾ വരെ തിരുത്തുകയുണ്ടായി. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള സൗകര്യം വളരെ പരിമിതമായിരുന്നു. വേൾഡ് വൈഡ് വെബ് 1990-ലാണ് ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജൊനാഥന് ഗുരുനാഥനായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീടാണ് അവൻ സങ്കീർണമായ വലിയ വലിയ ഹാക്കിങ്ങിലേക്ക് കടന്നത്. അങ്ങനെയാണ് അവൻ നാസയുടെയും പിന്നീട് ഡിഫൻസ് സിസ്റ്റത്തെയും ഹാക്ക് ചെയ്ത് പിടിയിലാകും. വീട്ടുതടങ്കൽ തുടരുന്നതിനിടെ കോടതി നിബന്ധനകൾ ലംഘിച്ച് പുറത്തിറങ്ങിയതിന് അവനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. അവന്റെ രക്തം പരിശോധിച്ചതിൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തി. അതിനെ തുടർന്ന് അലഹാബാദിലെ റിഡക്ഷൻ സെന്ററിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. അവിടുന്ന് 6 മാസത്തെ ശിക്ഷയ്ക്ക് ശേഷം അവൻ പുറത്തിറങ്ങി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവൻ മാധ്യമങ്ങളോട് പറഞ്ഞത് തമാശയ്ക്ക് തുടങ്ങിയ ഒരു ഹാക്കിംഗ് ആണിത്. തനിക്ക് മറ്റുള്ളവരെക്കാൾ എന്ത് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ഹാക്കിംഗ് ആണ്. ഇതോടുകൂടി ഞാൻ എൻ്റെ ഹാക്കിംഗ് നിർത്താൻ പോവുകയാണ്. മാത്രമല്ല ഇനി ജയിലിലേക്കൊരു തിരിച്ചുപോക്ക് എനിക്ക് ഓർക്കാൻ വയ്യ എന്നാണ് അവൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടർന്ന് വളരെ നിശബ്ദമായ ജീവിതമാണ് ജൊനാഥൻ നയിച്ചിരുന്നത്.
അങ്ങനെ ഇരിക്കെയാണ് 2007 അമേരിക്കയിലെ TJX മാക്സ് എന്ന കമ്പനി ഹാക്ക് ചെയ്യപ്പെടുന്നത്. അമേരിക്ക മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായതിനാൽ സീക്രട്ട് സർവീസ് ഏജൻസികൾ അതിഗൗരവത്തോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. ഒടുവിൽ ആൽബർട്ട് ഗോൺസാലസ് എന്ന അമേരിക്കൻ കമ്പ്യൂട്ടർ ഹാക്കറും സംഘവുമാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുന്നു. കോടിക്കണക്കിന് രൂപയാണ് അവർ ഹാക്കിങ്ങിലൂടെ കവർന്നത്. ക്രിസ്റ്റഫർ കോഡ് ഡേവിഡ്, മാക്സിമം JW എന്നിവരാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് മനസ്സിലാക്കി. ഇതിലെ ജൊനാഥൻ ജെയിംസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ജൊനാഥനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തനിക്കിതിൽ പങ്കില്ല എന്ന് ജൊനാഥൻ ആണയിട്ട് പറഞ്ഞിട്ടും പോലീസുകാർ അത് വിശ്വസിച്ചില്ല. അവർ അവന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. താൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന യാതൊന്നും തന്നെ പോലീസിന് അവിടെ നിന്നും കണ്ടെത്താനായില്ല. ലൈസൻസ് ഉള്ള ഒരു കൈത്തോക്ക് മാത്രമേ അവർക്ക് അവിടെ നിന്നും കണ്ടെത്താനായുള്ളൂ. ജൊനാഥനെ അന്വേഷണ നിരീക്ഷണത്തിൽ നിർത്തിക്കൊണ്ട് വിട്ടയച്ചു. 2008 മെയ് 18 പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തു വന്നതിന് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്ലോറിഡയിലെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ ജൊനാഥനെ കണ്ടെത്തുകയായിരുന്നു. കൂടെ ഒരു ആത്മഹത്യക്കുറിപ്പും. ഞാൻ നിയമത്തിലോ നീതിയിലോ വിശ്വസിക്കുന്നില്ല. ഈ കത്ത് പൊതുസമൂഹത്തിന് ഗൗരവമായ സൂചനയാണ് നൽകുന്നത്. എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഞാൻ കണ്ടെത്തിയ ഏക മാർഗം ആത്മഹത്യയാണ്. എനിക്ക് TJX ഹാക്കിങ്ങുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇതാണ് എൻ്റെ ജീവിതം. ഞാൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ 5, 10, 20 വർഷങ്ങൾ ജയിലിൽ തീർക്കാൻ എനിക്ക് സാധിക്കുകയില്ല. സ്വതന്ത്രമായി മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതായിരുന്നു ജൊനാഥന്റെ ആ ആത്മഹത്യാ കത്ത്. ജൊനാഥന്റെ മരണത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. അന്വേഷണം ജൊനാഥനിൽ എത്താൻ കാരണം അവന്റെ ഭൂതകാലമായിരുന്നു. പിന്നീട് TJX ഹാക്കിങ്ങിന്റെ കേസുകൾ തെളിയുകയും ജൊനാഥന് പങ്കില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്കും ജൊനാഥൻ ഈ ലോകം വിട്ടുപോയിരുന്നു. പ്രായപൂർത്തിയാകാത്തവർ കുറ്റം ചെയ്യുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ എത്രമാത്രം ജാഗ്രത പുലർത്തണം എന്നതിനുദാഹരണമാണ് ജൊനാഥൻ ജെയിംസിന്റെ മരണം. കൂടാതെ സാങ്കേതികവിദ്യ ഇത്രയേറെ പുരോഗമിച്ച ഈ കാലത്ത് കുട്ടികൾ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കുകയും അതൊരു ലഹരിയായി മാറുകയും ചെയ്യുന്ന ഈ കാലത്ത് അവരെ സ്നേഹത്തോടെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ വിനീഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്.